മനോഹരി രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചൊല്ല ചൊല്ല മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ടു മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഗന്ധവനീതം പകരാനില്ല. എത്ര കേട്ടാലും മതി വരില്ല എന്നുള്ളതാണ് ഞാൻ തന്നെ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട് ഈ പാട്ട്. ആ പാട്ട് എന്താ ഒരു മാജിക് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറ് ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ്? മനോഹരിക്ക് വേണ്ടി തന്നെ. ഞങ്ങളോട് പറയാറുണ്ട് ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ മനോഹരിക്ക് മുന്നേ നീലനിലമല കാണാൻ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ അത്രയും കോർ സപ്പോർട്ടേഴ്സ് ആണെന്നുള്ളത്. ചില പാട്ടുകൾ ഞങ്ങൾ മാറി മാറി എല്ലാവരെ കൊണ്ടും പാടിപ്പിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സൗണ്ടുകൾ എല്ലാവർക്കും ഒത്തിരി ടോൺസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമായിരിക്കും. അതിൻ്റെ എനർജി വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അവർക്കും ഞങ്ങളുടെ ഭാഗമാണെന്ന് തോന്നും. അത് ഞങ്ങൾ നന്ദഗോവിന്ദം വേറൊരു ഗ്രൂപ്പല്ല, ഞങ്ങൾ തന്നെയാണ്. ഈ പാട്ട് നിങ്ങൾ ഇങ്ങനെ അവസാനത്തേക്ക് നിങ്ങൾ കാത്തിരുത്തി ലൈക്ക് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുവാണ്. ഇപ്പൊ പാടും നിങ്ങൾ വിചാരിക്കും, പക്ഷെ നിങ്ങൾ പാടില്ല. അവസാനത്തേക്ക് അത് മാറ്റി വെക്കുന്നതാണോ? മനോഹരി മനഃപൂർവ്വമല്ല. നിങ്ങൾ ഭയങ്കര ക്രൗഡ് പുള്ളേഴ്സ് ആണ്. നിങ്ങൾക്ക് ആളുകളെ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ കാരണം ഇപ്പം നമ്മൾ പാട്ടുകൾ അല്ലെങ്കിൽ ഇവന്റ്സ് കാണുമ്പോൾ തന്നെ അവർക്കൊരു വോയിസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആളുകൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യുന്നത് ആ സമയത്തൊക്കെ? ഇന്ററാക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്സംഗമാണല്ലോ. അതായത് ആക്ച്വലി ഭജന എന്ന് പറഞ്ഞാൽ പണ്ട് സത്സംഗം, അതിൽ എല്ലാവരും ഒരുമിച്ച് പാടുക എന്നുള്ള കൺസെപ്റ്റാണ്. പണ്ട് മൈക്കില്ല ഒന്നുമില്ല. നമ്മൾ ഇതുപോലെ സ്റ്റേജിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് പാടുന്നു. അത് പോയി അതൊരു സ്റ്റേജ് ഷോ പോലെയായി. അപ്പം സ്റ്റേജ് ഷോ എന്നുള്ള സാധനത്തിന് ഞങ്ങൾ വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേനും അവരും ഇതിന് പാർട്ടാണെന്ന് ഫീൽ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ എനർജി ലെവൽ ഇന്ന് കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ എനർജി വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അവർക്കും ഞങ്ങളുടെ ഭാഗമാണെന്ന് തോന്നും. അത് ഞങ്ങൾ നന്ദഗോവിന്ദം വേറൊരു ഗ്രൂപ്പല്ല, ഞങ്ങളുടെ ഗ്രൂപ്പാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭജൻ കണക്ട് എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. ഒരുമിച്ച് പാടുക. ഇതിനു മുൻപ് ദുബായിലും കാനഡയിലും ഭജൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് അവരുടെ ഫീഡ്ബാക്ക്? അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ മാസവും വെക്കണം. ഗ്രൂപ്പ് ഫോം ചെയ്തു, അവര് തന്നെ കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് അവര് കമ്മിറ്റി ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. ഒരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ രൂപീകരിക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഭജൻ കണക്ട്. ഇപ്പോൾ തിരിച്ച് ചെന്ന ഉടനെ അവർ ഈ മാസം അവസാനം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണ് ചെന്ന ഉടനെ തന്നെ ദുബായിലെ ഭജൻ കണക്ട് വീണ്ടും റെസ്യൂം ചെയ്യും. അപ്പോൾ ഭയങ്കര ഫീഡ്ബാക്കാണ്. എന്നാൽ എനിക്ക് വേണ്ടി മനോഹരി രാധേ രാധേ രണ്ടു വരി. അതെ, അതില്ലാതെ എങ്ങനെയാണ്? മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണേ മനസ്സിന്റെ മുറികളിലൂറിയ സുഗന്ധവനീതം പകരാനില്ല. മനോഹരി 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 രാധേ രാധേ മുരാരിയുടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല ചൊല്ല മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണേ മനസ്സിന്റെ ഉള്ളിലൂറിയ സുഗന്ധവനീതം പകരാനില്ല. കൃഷ്ണ നീ വേഗനേ പാരോ, കൃഷ്ണ നീ വേഗനേ പാരോ പാരോ പാരോ, കൃഷ്ണ എന്നോടൊന്നും ചൊല്ലില്ല. എന്റെ കണ്ണൻ വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം വീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും മധുരാപുരി വാഴും മന്നവൻ. മധുരാപുരി വാഴും മന്നവൻ. മണിവള കിരുങ്ങണ കയ്യാലെ
ഇരതട്ടി വിളിക്കണ ആരാണ് മണിവളയിലിങ്ങണ കയ്യാലെ ഇരതട്ടി വിളിക്കണ ആരാണ് മുഴുതിങ്ങളുദിക്കണ ഉമിരോരം മുരളിക മൊഴിക്കണതാരാണ് മുഴുതിങ്ങളുദിക്കണ ഉമിരോരം മുരളിക മൊഴിക്കണതാരാണോ ഇടക്കിന്റെ നാളം പോലെ തൂവൽ വീശും മാറ്റേറും മഴപ്രാവേ ഓ കളിയാടി പാടാൻ നേരമാ കളിയാടി പാടാൻ നേരമാ. എത്ര കേട്ടാലും മതി വരില്ല എന്നുള്ളതാണ് ഞാൻ തന്നെ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട് ഈ പാട്ട്. കാരണം നിങ്ങളുടെ ഫീഡിലും ഈ പാട്ട് ഒരുപാട് വട്ടം റിപ്പീറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരേ വ്യൂസ് ആണ്, ലൈക്ക് അത്രയും വ്യൂസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അത് മാജിക് ആക്കി പൊക്കി പറയാന്ന് വിചാരിക്കരുത്. എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ മേ ബി ആ സ്റ്റൈലിനോട് ആളുകൾക്ക് ഒരു പ്രിയം തോന്നിയതായിരിക്കാം നമുക്ക് വിചാരിക്കാം. ഈ ലാസ്റ്റ് പ്രോഗ്രാമിന് ചെയ്ത വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അതൊരു 3.4 മില്യൺ 3.6. അത് ഇത്ര ഇട്ടാലും അത് കേട്ടിട്ട് മടുക്കുന്ന അതിന്റെ അടിയത്തെ കമന്റുകൾ കേട്ടാലും നമുക്ക് മനസ്സിലാവും കേട്ടിട്ട് മടുക്കുന്നില്ല എന്ന് തന്നെയാണ്. ബിസിനസ് എല്ലാ ഭജന ആണെങ്കിൽ പോലും നമുക്ക് ആ പാട്ടിലൊക്കെ കേൾക്കാനായിട്ട് വരുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളതാണ്. ആ ലാസ്റ്റ് മണികളയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഹിന്ദുക്കളല്ലെന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ അത്രയും ആൾക്കാർക്ക് ഇഷ്ടമാകുന്നില്ല. അതൊരു ഭയങ്കര ഒരു അംഗീകാരമായിട്ട് കരുതുന്നു ഞങ്ങൾ. ഭജന ആണല്ലോ അദ്ദേഹം. അപ്പോൾ അതൊരു എല്ലാവരും സ്വീകരിക്കുന്നുള്ളത്. ഞാൻ ഇവിടെ ഭജൻ പാടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ പാട്ട് നിങ്ങൾ ഇങ്ങനെ അവസാനത്തേക്ക് നിങ്ങൾ കാത്തിരുത്തി ലൈക്ക് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുവാണ്. ഇപ്പൊ പാടും നിങ്ങൾ വിചാരിക്കും, പക്ഷെ നിങ്ങൾ പാടില്ല. അവസാനത്തേക്ക് അത് മാറ്റി വെക്കുന്നതാണോ? മനോഹരി മനഃപൂർവ്വം വെക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് അടുത്ത ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. എങ്ങനെയാ പാട്ട് ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരുപാട് പാട്ടുകൾ അറിയുന്നുണ്ടായിരിക്കും, അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ അനുസരിച്ചിട്ടൊക്കെയാണ്, അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണോ ചെയ്യാറ്? ഞങ്ങളിപ്പോ ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ അവിടുത്തെ പ്രതിഷ്ഠ ഏതാണ്. ഇപ്പൊ ഇവിടെ ദേവിയുടെ പാട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൂടുതൽ പാട്ട് ദേവിയുടെ പാട്ടുകൾ പാടും. അപ്പോൾ അവർക്കും കണക്ട് ആവും. കാര്യം അവർ വരുന്നത് അവിടുത്തെ ദേവിയോ അല്ലെന്നുണ്ടെങ്കിൽ ദേവനെയോ തൊഴുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് ആ പാട്ടുകൾ കൂടുതൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഞങ്ങളപ്പോൾ ആ പാട്ടുകൾ കൂടുതൽ പാടും. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറ് ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ്? മനോഹരിക്ക് വേണ്ടി തന്നെ. മനോഹരി അല്ലെങ്കിൽ അടുത്തത് നീലനീലമലയില്ല അല്ലേ? അതായിരിക്കും. കണ്ണാനീന്നും നീലനീലമലയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു പാട്ടാണ്. മനോഹരിക്ക് മുന്നേ ഹിറ്റായ ഒരു പാട്ടാണ് നീലനീല. ഞങ്ങളോട് പറയാറുണ്ട് ആൾക്കാർ വന്നിട്ട്, കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു ഞങ്ങൾ മനോഹരിക്ക് മുന്നേ നീലനീലമല കാണാൻ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ അത്രയും കോർ സപ്പോർട്ടേഴ്സ് ആണെന്നുള്ളത് ഞങ്ങളത്. ഓക്കെ, ഇനി ഹരികൃഷ്ണൻസിനോടാണ്. എന്തൊക്കെയാണ് നന്ദഗോവിന്ദത്തിലുള്ള വിശേഷങ്ങൾ? ഒന്നും മിണ്ടുന്നില്ല, ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു. നന്ദഗോവിന്ദത്തെ ഞങ്ങളിങ്ങനെ ഒരു കുടുംബം പോലെ അടിച്ചു പൊളിച്ച് പോകുന്നു. ഭജൻസ് എല്ലാം. അടുത്ത ഹരികൃഷ്ണനൊന്നും പറയാനില്ല. നമ്മൾ രാവിലെ കുളിച്ചുണങ്ങി ഓഫീസിൽ പോകുന്നു, വൈകിട്ട് 5 മണി ഞാൻ നോക്കിയിരിക്കുകയാണ്, ചാടുക പ്രോഗ്രാമിന് പോകുന്നു. അതിനൊരു എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കാം അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. എങ്ങനെയാണ് അതിന്റെ ഓർമ്മകൾ? എങ്ങനെയാണ്? അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛന് 2000 കാഴ്ച പോയിട്ടാണ് ആ ഒരു അവസ്ഥ വന്നിട്ടാണ്. പിന്നെ ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭജനയ്ക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ അച്ഛനെയും കൊണ്ട് ഭജനയ്ക്ക് ചെല്ലുക, തിരിച്ചു പോരുക എന്നുള്ളൊരിതാണ്. അതിനുശേഷം ഞാൻ ഛത്തീസ്ഗഡിലാണ് ആയുർവേദ ഫീൽഡുമായിട്ട് പോയി. പിന്നെ ഞാൻ കുറേ നാളില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക ഒരു വേരിയേഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അത് ഞാൻ പാമ്പാടിയിലൊരു പ്രോഗ്രാമാണ് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലായി. പണ്ടത്തെ ആ ഒരു ഭജന എന്ന് പറയുന്നതും ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം കണ്ടു. പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് വന്നു. പിന്നെ പയ്യെ അതിലേക്ക് അങ്ങ് ഭാഗമായി. മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ഭയങ്കര കഴിവാണ്. നമ്മളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോവുക, സമയം പാലിക്കുക, അവരെ കമ്മിറ്റിക്കാരായിട്ട് സംസാരിക്കുക, ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുക, സൗണ്ട് റിക്വയർമെന്റ്, അതൊരു പെർഫെക്ഷൻ കാരണമാണ്. കോർഡിനേഷൻ എന്തായാലും മസ്റ്റ് ആണ് എന്നുള്ളതാണ്. എന്താണ് ചേട്ടന്റെ വിശേഷങ്ങൾ? കീബോർഡ് ആൻഡ് മ്യൂസിക് പ്രൊഡ്യൂസർ. പുള്ളി ഫിലിമിലൊക്കെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. ബസൂക്കിലൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് പ്രൊഡ്യൂസർ ആണ്. കണ്ണൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. കണ്ണനും നമ്മുടെ ഒരു നന്ദഗോവിന്ദം ഫാമിലിയുടെ ഒരു ഇതിൽ തന്നെ ഒരു എന്താ പറയുക ഇമോഷണൽ ആയിട്ട് തന്നെ വന്നൊരാൾ. ആദ്യം അച്ഛൻ വന്നു, പിന്നെ ചേട്ടൻ വന്നു. അച്ഛൻ മരുമാനെ കൊണ്ട് മൃദംഗം വായിക്കുന്ന ആളല്ലേ വിഷ്ണു. ഞാൻ 7 വയസ്സുള്ളപ്പോ ഒന്ന് പാടിയിട്ടുള്ള പാടിയിട്ടുള്ള കുഞ്ഞായി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 25 വയസ്സ്.
ഒരു കണക്ഷൻ ഉണ്ട് ഇതെല്ലാം. കണക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്താണ് ബസൂക്കിയുടെ വിശേഷങ്ങൾ എന്താണ്? അല്ല, ഞാൻ ഒരു gap പ്രൊമോ ൽ ജസ്റ്റ് ചോദിക്കാം. ചെയ്യുന്നുള്ളത് പ്രൊമോ ചെയ്തെന്നുള്ളത് അതിന്റെ മ്യൂസിക്കാണ്. എനിക്ക് തോന്നുന്നു അവസാനം വന്നത് ആ ചേട്ടനാണ്. 3 മാസമായുള്ളൂ വന്നിട്ട് കയറിയിട്ട്. അപ്പോൾ ഒരു ടീം പോലെ ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും അടിച്ചു പൊളിച്ച ഒരു പരിപാടിക്കൊക്കെ പോകുന്നത്, എല്ലാം പ്രോഗ്രാമിനൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് പക്ക എല്ലാവരും അതുപോലെ ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. ഒത്തിരി സന്തോഷം ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇന്ന് ഈ ചേട്ടൻ പാടുമ്പോൾ നിങ്ങൾ എല്ലാവരും ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുന്നത് ഞാൻ കണ്ടു. ലൈക്ക് എന്താ പറയാ, ഭയങ്കര ശ്രദ്ധയോടുകൂടി നിങ്ങൾ എല്ലാവരും, ഞാനും ശ്രദ്ധിച്ചു എന്താ അവിടെ, നമുക്ക് അറിയില്ലല്ലോ പുള്ളി പുതിയതാണ് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കി എന്തായിരിക്കും അത്. അതൊന്നും പ്ലാൻ അല്ലായിരുന്നു കേട്ടോ. ഇന്നൊരു പാട്ട് കൊടുത്തില്ലേ, അപ്പൊ ഞാനപ്പോ അവൻ അറിയാമെന്ന് എനിക്ക് അറിയാം, പാട്ട് അറിയാമെന്നറിയാം. അപ്പൊ ഞാനപ്പോ തന്നെ പാടി പകുതിയായപ്പോ അവന് പാസ് ചെയ്തു. അപ്പൊ തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മള് സ്റ്റേജിലെ മാക്സിമം ആ സമയത്തുള്ള തീരുമാനങ്ങളായിരിക്കും പ്ലാൻ ചെയ്തിട്ടല്ല ഒരു ചില പാട്ടുകൾ ഞങ്ങൾ മാറി മാറി എല്ലാവരെ കൊണ്ടും പാടിപ്പിക്കും. അപ്പൊ ഡിഫറെന്റ് സൗണ്ടുകൾ, എല്ലാവർക്കും ഒത്തിരി ടോൺസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ രസമായിരിക്കും. ഒരേ ടോൺ ഒരാളുടെ മാത്രം കേൾക്കാണ്ട് അതാണ് ഈ സൗണ്ട് മിക്സ് വരുന്ന ഒരു ഹാർമണി പോലെ കേൾക്കും. അതൊരു നിങ്ങളൊക്കെ വേറെ വേറെ ജോലി ചെയ്യുന്നവരാണ്. എനിക്ക് തോന്നുന്നു 2-3 പേര് മാത്രമാണ് ഇത് ഫുൾ ടൈം ഇതിനൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ജോലിയും ഇതും കൂടിയിട്ട്? എല്ലാരും ചിരിക്കുകയാണ്. അതാണ് ഉണ്ണിയുടെ പണി. ഞാനിപ്പോ ദുബായിൽ നിന്നാണ് വരുന്നത്. അപ്പം ജോലി എൻ്റെ ലീവിൻ്റെ ആനുവൽ ലീവിൻ്റെ പകുതിക്ക് മേളിൽ പോകുന്നത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പം മാസങ്ങളിൽ എല്ലാ മാസവും തന്നെ അത്യാവശ്യം ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടും. പിന്നെ നമുക്ക് ദുബായിലും അവിടെയുള്ള പ്രോഗ്രാംസും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ശ്രീലാലും ടീച്ചിങ് ആണ്. എവിടെയാണ് പഠിപ്പിക്കുന്നതൊക്കെ? ഞാൻ ലാക്കാട്ടൂർ MGM NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ. എങ്ങനെയാണ് കുട്ടികളൊക്കെ, എങ്ങനെയാണ് ഫാൻസ് ആണോ? തീർച്ചയായും അവർക്കെല്ലാം ഈ മനോഹരി രാധ പാടിയതിനു ശേഷം അവർക്കൊക്കെ ആ ഒരു പേരിലാണ് അവരെല്ലാം കമന്റ്സ് കാണാറുണ്ട്. ശ്രീലാൽ സാർ, ശ്രീലാലേട്ടന്റെ വീഡിയോ, കല്യാണത്തിന്റെ വീഡിയോ, അതും ഒരു വൈറൽ വീഡിയോ ആണ്. അതിന്റെ താഴെ ഞാനൊരു കമന്റ് കണ്ടു, അവിടെയെങ്കിലും ശ്രീലാലേട്ടന് മറ്റേ കാത്തിരുന്ന പെണ്ണല്ലേ എന്ന് പാടാമായിരുന്നു എന്ന് 2-3 പേര് അതിന്റെ അടി വന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അതിനുശേഷം നാളത്തെ പ്രോഗ്രാം അങ്ങനെ വന്ന ഒരു പ്രോഗ്രാമാണ്. മാരേജിനെ ഞങ്ങൾ കണ്ടിട്ട് അമ്പലങ്ങളിൽ മാത്രമല്ല എന്നുള്ളതാണ്. അല്ല, അമ്പലങ്ങളിൽ മാത്രമല്ല, ഇപ്പം മാരേജ് ഹൗസ് കഴിഞ്ഞ ദിവസം ഹൗസ് വാമിങ്ങിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാരേജ് ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഫാമിലി പോലെ ഒരു ഫീൽ ഉണ്ട്. അത് ഭയങ്കര കാര്യമാണ് അവരുടെ പാട്ടെന്നുള്ളത്. ആക്ച്വലി നിങ്ങളുടെ ഒപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന 2 പേരുണ്ട്. ഒന്ന് പാച്ചു, ഒന്ന് ആദുട്ടനുമാണ്. ഞാൻ ആക്ച്വലി ആദുട്ടന്റെ വലിയൊരു ഫാനാണ്. എന്താണ് അവരുടെ വിശേഷങ്ങൾ? അത് ദുബായിലാണ്. ഇപ്പം നമ്മളുടെ അവിടെ കീബോർഡ് വായിക്കുന്ന അജേഷ് എന്നുള്ള അജേഷ് ചേട്ടൻ്റെ മകനാണ് അതു. സ്തംഭം എന്നുള്ള ആ പാട്ടിൽ നാരായണ ജപിച്ചിട്ടാണ് അവനെ എല്ലാവരും ആദ്യം അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മളുടെ കൂട്ടത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ഭജന. പറഞ്ഞാൽ അവന് പാട്ടൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. പക്ഷെ അവന് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഭജന പാടുക, അത് പുതിയ പാട്ടുകൾ പഠിക്കുക, കൂട്ടത്തിലിരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2-2.5 മണിക്കൂർ അവൻ ആ ചമ്രം പടിഞ്ഞ് ഫ്രണ്ടിലിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ അത് ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയില്ല. ശ്രുതി ഞങ്ങളൊക്കെ പാടുന്ന അതേ ശ്രുതി, അതെ, അവൻ അത്രയും നല്ല എടുക്കാനാണ് അവൻ. അപ്പം പിന്നെ പഞ്ചു എൻ്റെ മകനാണ്. അവൻ അത് നമ്മളുടെ മൃദംഗത്തിന്റെ എല്ലാം, അവന്റെ സ്റ്റാർസ് എന്ന് പറയുന്നത് മൃദംഗിസ്റ്റുകളാണ് അവന്റെ. അപ്പം മൃദംഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി മൃദംഗം പഠിപ്പിക്കാൻ ചേർത്തു. അവൻ പഠിച്ചുകൊണ്ട് സ്റ്റേജിൽ കാണാൻ പറ്റും ഇവർ 2 പേരെയും. അവൻ അതും ഓൾറെഡി ഉണ്ട്. പഞ്ചു ഇങ്ങനെ നമ്മൾ റെക്കോർഡിങ്ങിനൊക്കെ സൈഡിൽ വന്നിരുന്നിട്ട് അവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും നാട്ടിലൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുവരണം എന്നുള്ള റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഏത് പാട്ടാണ്? എനിക്ക് ഒരു പാട്ടും കൂടി പാടിത്താൽ മതി, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു പാട്ടും കൂടി ഏതായിരിക്കും? ഒരു പാട്ട് ഞങ്ങളുടെ സ്വന്തം പാട്ട് തന്നെ പാടല്ലേ. ദേവതാപസൻ എന്നുള്ള ഞങ്ങളുടെ ലാസ്റ്റ് ഇറക്കിയ ഒരു ആൽബമാണ് അത്. ഞങ്ങൾക്ക് വരികൾ എഴുതി തന്ന സന്തോഷ് ഈച്ചരത്ത് എന്നുള്ള ഈ പറഞ്ഞ നീലമലയൊക്കെ എഴുതിയ ചേട്ടൻ തന്നെയാണ് ഞങ്ങൾക്ക് ഈ പാട്ട് എഴുതി തന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോസിഷൻ ഞാൻ തന്നെയാണ്. അപ്പം അതിൻ്റെ പ്രോഗ്രാമിംഗ് സിദ്ധാർത്ഥാണ്. ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. മഞ്ഞിൽ നീരാടി ശബരിമല മേഘവിഭൂതി ചാത്തി സ്വാമി നിന്മല. മഞ്ഞിൽ നീരാടി ശബരിമല മേഘവിഭൂതി ചാത്തി സ്വാമി നിന്മല. ശരണമന്ത്രം ഉരുവിടുന്നു ഹരിതലാവണ്യം. ഹരിഹരാത്മജപാദം തേടി ഞാനും മണയുന്നു.
മേഘവിഭൂതി ചാർത്തി സ്വാമി നിൻപാദ. ദേവദേവ സൂരോ ദേനുനാദ ഭാരോ ദേഹിനിയേ നാദ ദേവതാവസനയ്യ. ഓക്കെ, താങ്ക് യു. ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പാട്ടുകൾ പാടുന്ന സമയത്ത് ആളുകളുടെ ഫീഡ്ബാക്സ്, നമുക്ക് ആ ലൈവായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഇതല്ലാതെ നിങ്ങൾ നോർമലി പുറത്തേക്ക് പോകുന്ന സമയത്ത് ആളുകൾ തിരിച്ചറിയാറുണ്ടോ? എങ്ങനെയാണ് അവർ വന്ന് സംസാരിക്കാറൊക്കെ? അത്യാവശ്യം ഇവിടെ അത്യാവശ്യം ആൾക്കാർ സത്യം പറഞ്ഞ എപ്പോഴും തിരിച്ചറിഞ്ഞു തുടങ്ങി. നമ്മളുടെ ദുബായിലാണെങ്കിൽ പോലും ഞാനും പ്രഫീനും ഒരു ദിവസം കോവിഡിൻ്റെ സമയത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു കഫറ്റീരിയയിലേക്ക് ഞങ്ങൾ കയറിച്ചിട്ടാണ്. മാസ്ക് ഫുള്ളി മാസ്ക് ആണ്. അപ്പോൾ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ പരിചയമുള്ളവർ തന്നെ കണ്ടാൽ മനസ്സിലാവില്ലായിരിക്കും. അവിടെ ചെന്ന് കയറിയപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ ഒരു അവിടുത്തെ ഷെഫ് ഒരാളുണ്ട്, നമ്മുടെ ഭജന പാടുന്ന നന്ദഗോവിന്ദ് മനസ്സിലാവില്ല, ഞങ്ങളുടെ മാസ്ക് വെച്ചിട്ട് തന്നെ മനസ്സിലായി. അങ്ങനെ ആൾക്കാർ ഒത്തിരി പേര് തന്നെ ഇപ്പോൾ കണ്ട് തിരിച്ചറിയുന്നുണ്ട്. ആലപ്പുഴയിൽ ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ കയറി ചെന്നാണ്. അപ്പോൾ അയാൾ ഒരു 2-3 തവണ നോക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയാൾക്ക് പിടി കിട്ടി. അന്നേരം വൈഫ് അവിടെ നിന്ന് ഒന്ന് പറഞ്ഞു, ഇത് ആ പാടുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അന്നേരം പേര് വിളിച്ചിട്ട് അവര് ഇതില് ഒരു വലിയ അത്ഭുതമാണ്. ആൾക്കാർക്ക് ഞങ്ങളെ മറ്റേ വൈറ്റ് ആൻഡ് വൈറ്റ് ഷോൾ ഇട്ട് പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഇത് നമ്മള് കാഷ്വൽ ആയിട്ട് ചിലപ്പോൾ ജീൻസ് ഒക്കെ ഇട്ട് പോകുമ്പോൾ ഇത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അതൊരു അല്ലാതെ ആൾക്കാർ ഇപ്പം ധാരാളം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും തന്നെ, ഞങ്ങളെ മാത്രമല്ല, നമ്മൾ ഓരോ ആർട്ടിസ്റ്റിനെയും ഓരോ ഫേസുകളും അവർക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്. പാട്ടുകളും ആർട്ടിസ്റ്റുകളും കീബോർഡ് വായിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള ഒരു ബേസ് ഉണ്ട്, ഫാൻ ബേസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പരിപാടികൾ? ഫ്യൂച്ചർ പരിപാടി മെയിനായിട്ട് ഞങ്ങളുടെ ഭജൻ കണക്ട് എന്നുള്ളത് ഒന്ന് വിപുലമായിട്ട് ചെയ്യണം. അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തത് ഇന്നലത്തെ വളരെ സന്തോഷമാണ്, ഭയങ്കര സക്സസ് ആയിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പോൾ അതിൻ്റെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ അത് ഞങ്ങൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് കൊച്ചിയിലാണ്. അത് ജൂണിൽ പ്ലാൻ ചെയ്യുന്നു, ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. അത് ഞങ്ങളെങ്ങനെ പ്ലാൻ ചെയ്യുന്ന പല സിറ്റീസിൽ ഞങ്ങളെ ഭജൻ കണക്ട് ഒന്ന് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ 25-ാം വർഷത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പ്ലാൻ. എന്നാണ് പ്രവീൺ ചേട്ടനെ കാണാൻ സാധിക്കുക? അടുത്ത ഡിസംബർ ഉണ്ടാവും പ്രോഗ്രാംസിന്. അടുത്ത ഡിസംബർ അല്ലെങ്കിൽ നമ്മളെ ഫൈനൽ ഭജൻ കണക്ട് ഞങ്ങൾ കോട്ടയത്തൊരെണ്ണം ഒരു വലിയൊരു ഇവന്റ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവന്റിലേക്ക് പ്രവീൺ വരാനുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെയൊക്കെ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു ഇവന്റുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ. താങ്ക്സ്. താങ്ക് യു.